ജെഎൻയു വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇടതു സഖ്യം വിജയത്തിലേക്ക് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സീറ്റുകളടക്കം വലിയ മുന്നേറ്റമാണ് ഇടതു സഖ്യം നേടിയത്. സിബി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടുവരും. 4 വർഷത്തിന് ശേഷം നടന്ന ജെഎൻയുവിൽ നടന്ന വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയമാണ് SFI ഉൾപ്പെടെയുള്ള ഇടത് സഖ്യം നേടിയത്. എല്ലാ മെയിൻ സീറ്റുകളിലും 4 മെയിൻ സീറ്റുകളിലും ഇടത് സഖ്യ സ്ഥാനാർത്ഥികൾ വിജയിച്ചു. അതിൽ പ്രധാനമായും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, ജനറൽ സെക്രട്ടറി എന്നീ 4 സീറ്റുകളിലും ഇടത് സഖ്യമാണ് വിജയിച്ചത്. ഇതിലും വളരെ ഉജ്ജ്വലമായ വിജയമായിരുന്നു SFI അടക്കമുള്ള ഇടത് സഖ്യം നേടിയത്. ഇതിൽ പ്രസിഡന്റായി ധനഞ്ജയ വിജയിച്ചപ്പോൾ വൈസ് പ്രസിഡന്റായി അഭിജിത് ഘോഷ്, SFIയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം അഭിജിത് ഘോഷ് വിജയിച്ചു. ജനറൽ സെക്രട്ടറിയായി ബാബ്സയുടെ പ്രിയാൻഷി ആര്യ വിജയിച്ചു. അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറിയായി MO സാജിദാണ് വിജയിച്ചത്. അങ്ങനെ വളരെ വലിയ ഉജ്ജ്വലമായ വിജയം 4 സീറ്റുകൾ നേടിയിരിക്കുന്നു. അതുകൂടാതെ കൗൺസിലർമാരുടെ തെരഞ്ഞെടുപ്പിലും SFIക്കാണ് അല്ലെങ്കിൽ ഇടതുപക്ഷത്താണ് സമ്പൂർണ്ണമായ വിജയം നേടാനായത്. ഈ തവണ പ്രത്യേകത എന്ന് പറയുന്നത് 12 വർഷത്തിന് ശേഷം ഏറ്റവും വലിയ പോളിംഗ് രേഖപ്പെടുത്തി 73% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഏകദേശം 7500 വോട്ടിൽ 5200 വോട്ടും പോളിംഗ് രേഖപ്പെടുത്തി. അങ്ങനെ വലിയ രീതിയിൽ വിദ്യാർത്ഥി പങ്കാളിത്തം പോളിംഗിലും ഉണ്ടായിരുന്നു. തികച്ചും രാഷ്ട്രീയമായ വിഷയങ്ങൾ, ക്യാമ്പസ് രാഷ്ട്രീയം മാത്രമല്ല, ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ ജെഎൻയുവിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. സ്വാഭാവികമായും അതിൽ ABPയെ പൂർണ്ണമായും നിഷ്കാസം ചെയ്തുകൊണ്ട് SFIക്ക് സമ്പൂർണ്ണമായ SFI അടക്കമുള്ള ഈ ഇടതുപക്ഷ സഖ്യത്തിന് സമ്പൂർണ്ണ വിജയം നേടാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതിന് വലിയ ഒരു ആഘോഷമാണ് ഈ കാണുന്ന വലിയ കൊട്ടും ആഘോഷമായി വിദ്യാർത്ഥികൾ ഇതിനെ ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്, ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ജെഎൻയുവിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. നേരത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇടത് സഖ്യത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് നോമിനേഷൻ അവസാന നിമിഷം തള്ളിപ്പോകുന്ന സാഹചര്യമുണ്ടായി. അത് അഡ്മിനിസ്ട്രേറ്റർ അടക്കമുള്ളതിനെയും ABPയുടെ പരാജയത്തിലാണ് തള്ളിക്കളഞ്ഞത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുണ്ടായെങ്കിലും പിന്നീട് ദളിത് സംഘടനയുടെ ബാബ്സയ്ക്ക് പൂർണ്ണമായ പിന്തുണ ഇടത് സഖ്യം നൽകുകയായിരുന്നു. എന്തായാലും ഈ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ജെഎൻയു വീണ്ടും SFI അടക്കമുള്ള ഇടത് സഖ്യം സമ്പൂർണ്ണമായ വിജയം നേടിയിരിക്കുന്നു.